Hello all, welcome to Competitive Cracker. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റിനെ കുറിച്ചാണ്. ഏത് സെറ്റ് എക്സാമിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കറിയാം ധാരാളം ടീച്ചിങ് എക്സാംസ് ഉണ്ടല്ലേ. പല ആൾക്കാരും കുട്ടികളെ പഠിപ്പിക്കാനായി ടീച്ചിങ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. കേറ്ററ്റ് എക്സാം തുടങ്ങി നെറ്റ് എക്സാം വരെ നിൽക്കുന്ന ആ ഒരു നീണ്ട നിരയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമാണ് സെറ്റ് എക്സാം. ഓക്കെ, സാധാരണ നമുക്ക് കേറ്ററ്റ് എക്സാം ഒക്കെ ഒരുവിധം പഠിച്ച് നമ്മൾ എഴുതിയെടുക്കാറുണ്ടല്ലേ. നമുക്കിപ്പോൾ സോഷ്യൽ സയൻസോ നാച്ചുറൽ സയൻസോ നമ്മുടെ ജനറൽ ആയിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൈമറി എഡ്യൂക്കേഷനിലുള്ള ആ കുട്ടികളെ പഠിപ്പിക്കാൻ 10ാം ക്ലാസ്സിന് താഴെയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ കേറ്ററ്റ് ഒക്കെ നമ്മൾ എഴുതിയെടുക്കാറുണ്ട്. പക്ഷേ കേറ്ററ്റ് എഴുതിയെടുത്ത പലർക്കും പാടുള്ള ഒരു കാര്യമാണ് അവരുടെ സബ്ജക്ട് ഡൊമെയിൻ. ഓക്കെ, അവർ സ്പെസിഫിക് ആയിട്ട് ഡിഗ്രിയിൽ പഠിച്ച അല്ലെങ്കിൽ മാസ്റ്റേഴ്സിൽ പഠിച്ച സബ്ജക്ട് ഡൊമെയിനിൽ ഉള്ള പഠിപ്പിക്കാൻ വേണ്ടിയുള്ള സെറ്റ് എക്സാം ക്ലിയർ ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്കണോമിക്സ് എന്ന് പറയുന്ന സെറ്റ് എക്സാമിൻ്റെ കാര്യം എടുക്കുക. ഈ ഒരു എക്സാമിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവിടെ ഒരു ജനറൽ പേപ്പറും എക്കണോമിക്സ് എന്ന് പറയുന്ന പേപ്പറും കാണും അല്ലേ. സോ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഇവിടെ വരുന്നത്. കാരണം കേറ്ററ്റ് എക്സാമിന് സോഷ്യൽ സയൻസ് ജനറലായിട്ട് പഠിക്കേണ്ട സമയത്ത് ആ ജനറലി പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ജനറൽ പേപ്പറിൽ ഇവിടെ വരുന്നത്. ഒരു വൈഡർ ആയിട്ടുള്ള ഒരു ജനറൽ പേപ്പറാണ് സെറ്റ് എക്സാമിന് നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല സബ്ജക്റ്റിൽ നമ്മളിപ്പം എക്കണോമിക്സ് ആണ് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ, എക്കണോമിക്സ് ഇല്ലെങ്കിൽ സോഷ്യോളജി ഇല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, സബ്ജക്ട് നോളജ് നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ സെറ്റ് എക്സാം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റൂ. ഓക്കെ, സോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, സെറ്റ് എക്സാം ക്ലിയർ ചെയ്യുമ്പോൾ സബ്ജക്ട് നോളജിൻ്റെ കൂടെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള സാധനമാണ് എന്ത്, നമ്മുടെ ജനറൽ പേപ്പർ. സോ ജനറൽ പേപ്പറിലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സെക്ഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് അല്ലേ. ഒരു ടീച്ചർ എങ്ങനെ ആയിരിക്കണം എന്നുള്ള പേഴ്സ്പെക്റ്റീവിലുള്ള കുറേ ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അന്നേരം നമ്മൾ ഇന്നത്തെ സെഷനിൽ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും സിലബസും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് കാര്യം പറയാണ്, നിങ്ങൾ ഒരിക്കലും കോമൺ സെൻസ് കൊണ്ട് ഈ ആൻസേഴ്സ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, നമ്മളിവിടെ അപ്രോച്ച് ചെയ്യേണ്ടത് ഒരു ടീച്ചർ സെൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ആൻസേഴ്സ് ചെയ്യാൻ മുന്നോട്ട് നിൽക്കേണ്ടത്. സോ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ഇൻ ടീച്ചിങ് ഈസ്, ടീച്ചിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്ക് എന്താണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഓപ്ഷൻസ് നോക്കാം. മേക്കിംഗ് മന്ത്ലി റിപ്പോർട്ട്സ് ആൻഡ് മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ്. നമ്മൾ കോമൺ സെൻസ് കൊണ്ട് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ നമ്മുടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചെയ്യുന്നതാണെങ്കിലും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അല്ല, അത് ഓബിയസ് ആണ്. ഓക്കെ, അടുത്തത് മേക്കിംഗ് അസൈൻമെന്റ്സ് ആൻഡ് ഹിയറിംഗ് റെസിറ്റേഷൻസ്. ഓക്കെ, അതും ഒരു ജോബാണ്, പക്ഷെ നമുക്ക് എന്താണ്, അതും പ്രൈമറി അല്ലേ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വരത്തില്ല. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഡയറക്റ്റിംഗ് സ്റ്റുഡൻസ് ഇൻ ദ ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ്. ഓക്കെ, സോ ഡയറക്റ്റിംഗ് സ്റ്റുഡൻസ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് എക്സ്പീരിയൻസ്. ഓക്കെ, സോ ഇതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണും. കാരണം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ കുറെ തിയറി പഠിക്കുന്നതിലുപരി ആ ബോധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റൂ. സോ ഈ കൂട്ടത്തിൽ ബാക്കി എല്ലാ ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്, ഒരു കുട്ടിയെ ഡെവലപ്മെന്റ് സ്റ്റേജസിലൂടെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അവനെ പഠിപ്പിക്കുക എന്നുള്ള സിനോണിമാണ് അതിന്. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഏതാണ്, നമ്മൾ ഡിസ്കസ് ചെയ്ത ആൻസർ ഏതാണ്, സി ആണ്, ഡെവലപ്മെന്റ് പാറ്റേണിൽ മുന്നോട്ട് കൊണ്ടുപോവുക. സോ നമ്മൾ കോമൺ സെൻസിന് വരെ ഇവിടെ ഉപയോഗിക്കേണ്ട എന്ത് സെൻസ് ആണ്, ടീച്ചർ സെൻസ് ആണ്. ടീച്ചർ സെൻസ് ഉപയോഗിച്ച് മാത്രമേ നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റൂ. അടുത്ത ക്വസ്റ്റ്യൻ, ദ മേജർ ഒബ്ജക്റ്റീവ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ്, റിഫോമിംഗ് ദ സൊസൈറ്റി, എഡ്യൂക്കേഷന്റെ മെയിൻ ഒബ്ജക്റ്റീവ്, റിഫോമിംഗ് ദ സൊസൈറ്റി, മേക്കിംഗ് സ്റ്റുഡൻസ് ഡിസിപ്ലിൻഡ്, ഡെവലപ്പിംഗ് ഇൻഹെറന്റ് എബിലിറ്റീസ്, മേക്കിംഗ് സ്റ്റുഡൻസ് ഫോളോവേഴ്സ് ഓഫ് ടീച്ചേഴ്സ്. സോ ഇതെല്ലാം ശരിയാണെന്ന് തോന്നുന്ന ചിന്ത ചിലവർക്ക് വരും. കാരണം ഇപ്പം ഒന്നാമത്തെ റിഫോമിംഗ് ദ സൊസൈറ്റി ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഇതിന് ഓപ്ഷൻസ് എങ്ങനെയാണ് നോക്കേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞുതരാം. റിഫോമിംഗ് ദ സൊസൈറ്റി, എഡ്യൂക്കേഷന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയെ മാറ്റിയെടുക്കുക, അതാണെന്ന് നമുക്കറിയാം. നമ്മളിതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരു ബോധം വേണം, ടീച്ചർ സെൻസ് വേണം. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും അറിയേണ്ടത് കൾച്ചർ. ഈ എഡ്യൂക്കേഷൻ്റെയൊക്കെ ബേസ് എന്താണ്, ഒരു ഒരു ജനറേഷനിലുള്ള കൾച്ചർ അടുത്ത കൾച്ചറിലേക്ക് മാറ്റുന്ന ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ്, അവരുടെ നോളജ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷേ തെറ്റായിട്ടുള്ള ഒരു രീതി, ഇപ്പോൾ ഉദാഹരണത്തിന് സതി എന്ന് പറയുന്ന ഒരു രീതി അല്ലെങ്കിൽ പാട്രിയാർക്കി എന്ന് പറയുന്ന രീതി എല്ലാം മാറേണ്ടതാണ് അല്ലേ. സോ ഈ എഡ്യൂക്കേഷനിലൂടെ
നമ്മളിപ്പോൾ ഉള്ള നോളജ് തെറ്റുകളുണ്ടെങ്കിൽ അത് മാറ്റം ഉണ്ടാക്കുന്നത് എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യമാണ്. സോ ഡയറക്റ്റ്ലി ഒന്നാമത്തെ ആൻസർ നമ്മൾ എഡ്യൂക്കേഷൻ എങ്ങനെ റിഫോം ചെയ്യും സൊസൈറ്റി എന്ന് ചോദിക്കരുത്. ഇവിടെ എഡ്യൂക്കേഷൻ്റെ അൾട്ടിമേറ്റ് പർപ്പസ് എന്താണ്? റിഫോമിങ് ദ സൊസൈറ്റിയാണ്. അത് കഴിഞ്ഞിട്ട് സ്റ്റുഡൻസിന് ഡിസിപ്ലിൻ ആക്കണം, അത് ശരിയാണ്, പക്ഷെ ഒരു സബ് ഒബ്ജക്റ്റീവ് ആണ്. അടുത്ത ഡെവലപ്പിംഗ് ഇൻഹറന്റ് എബിലിറ്റീസ് ഓർ പവർ ഓഫ് സ്റ്റുഡൻസ്. അതും കുട്ടികളെ ഇൻഹറന്റ് എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നത് ശരിയാണ്, പക്ഷെ അത് പൂർണ്ണമായിട്ടുള്ള ഒരു ആൻസർ അല്ല, അതൊരു പാർഷ്യൽ അല്ലെങ്കിൽ മുക്കാൽ ഭാഗം മാത്രമുള്ള ആൻസർ ആണ്. മേക്കിംഗ് സ്റ്റുഡൻസ് ഫോളോവേഴ്സ് ഓഫ് ടീച്ചേഴ്സ്, അത് ഒരിക്കലും ശരിയായിട്ടുള്ള എല്ലാം തെറ്റാണ്. സോ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് ഇവിടെ ആൻസർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് സെൻസ് ആണ് വീണ്ടും ഉപയോഗിക്കേണ്ടത്? നമ്മുടെ ടീച്ചർ സെൻസ് ആണ്. സോ ആ ഒരു ബോധം ഉണ്ടാകണം. കുറേ ചവറ് കണക്കിന് വായിച്ചിട്ട് കാര്യമില്ല, ആ ടീച്ചർ സെൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ആൻസർ ചെയ്യാൻ പറ്റൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈച്ച് ചൈൽഡ് ഗ്രോസ് ഇൻ ഇറ്റ്സ് ഓൺ യുണീക്ക് വേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമാണ് ഇറ്റ്സ് ഓൺ യുണീക്ക് വേ. ഓരോ കുട്ടി ഓരോ അവരുടെ രീതി അനുസരിച്ച് ജീവിക്കും അല്ലെങ്കിൽ വളരും. ഓക്കെ, ദ വൈഡ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആർ കോസ്ഡ് ബൈ. സോ ഈ യുണീക്ക് ആയിട്ട് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്ന കാര്യം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാകുന്നത്? ഓപ്ഷൻസ് നോക്കിക്കേ. ഹെറിഡിറ്റി, എൻഡോവ്മെന്റ്, എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസസ്, ഓൾ ഓഫ് ദിസ്. ആൻസർ ഏതാണെന്ന് ചിന്തിച്ചേ. ആൻസർ എല്ലാവർക്കും കിട്ടിക്കാണോ? ആൻസർ എന്താണ്? ഓൾ ഓഫ് ദീസ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെറിഡിറ്റി, എൻഡോവ്മെന്റും എൻവയോൺമെന്റ് ഇൻഫ്ലുവൻസും എല്ലാം കുട്ടികളെ ബാധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്ന് പറയുന്ന വ്യക്തി, ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് എനിക്ക് ജന്മനാ കുറേ കാര്യങ്ങൾ ഫിസിയോളജിക്കലി ആൻഡ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, അതെന്നെ ബാധിക്കുന്നതാണ് ഹെറിഡിറ്റി ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, പിന്നെ എൻഡോവ്മെന്റ്, അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റും. ഒരിക്കലും ഈ ഹെറിഡിറ്റി മാത്രമല്ല എന്നെ തീരുമാനിക്കുന്നത്. ഇപ്പം നമ്മുടെ വിക്രമാദിത്യ സിനിമയിലുണ്ട്, അതിനകത്ത് ഹെറിഡിറ്റി അച്ഛൻ കള്ളനാന്ന് പറഞ്ഞ മോനും കള്ളനാകത്തില്ല, IPS കാരനാകും എന്നുള്ള കാര്യം. അവിടെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്, അത് നമ്മൾ ആലോചിക്കുക. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ പ്രോസസ് ഓഫ് ലേണിംഗ് ഇൻക്ലൂഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. ഈ ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്, നമ്മൾ പഠനം എന്ന് പറയുന്ന പ്രോസസ്സ് താഴെ പറയുന്ന എന്തൊക്കെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്? ഒന്നാമത്തത് സിന്തസിസ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ദ ഓൾഡ് ആൻഡ് ന്യൂ എക്സ്പീരിയൻസ് റിസൾട്ടിങ് ഇൻ എ നോവൽ പാറ്റേൺ. നമ്മുടെ പഴയ എക്സ്പീരിയൻസ് ഇപ്പോഴത്തെ എക്സ്പീരിയൻസ് ഒരുമിച്ച് നമുക്കൊരു ബോധം ഉണ്ടാകും. സോ അത് കറക്റ്റാണ്. ഓക്കെ, ഏറ്റവും നല്ലതാണോ എന്ന്, ഏറ്റവും കറക്റ്റ് ആണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അടുത്തത് ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ആക്ടിവിറ്റീസ് വിച്ച് ലീവ് പെർമനന്റ് എഫക്റ്റ് ഓൺ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയിൽ പെർമനന്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്ന എഡ്യൂക്കേഷൻ ആണ്. സോ ഇവിടെ ഒരു കാര്യമുണ്ട് പിള്ളേരെ, ഈ എഡ്യൂക്കേഷൻ ടെമ്പററി എഫക്റ്റ് ഉണ്ടാക്കുന്നത് ലേണിംഗ് അല്ല, പെർമനന്റ് എഫക്റ്റ് ഉണ്ടാക്കുന്നതാണ് ലേണിംഗ്. ആ ബോധമൊക്കെ ഉണ്ടാണ്. ഇതേസമയം ഇവിടെ ടെമ്പററി എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അങ്ങനെയാണ്, ആ ഒരു ടീച്ചർ സെൻസ് ഉണ്ടെങ്കിലേ നമുക്ക് കാര്യം മനസ്സിലാകൂ. ഓക്കെ, ഇൻ ഇറ്റ് സിംപ്ലസ്റ്റ് ഫോം ലേണിംഗ് മീൻസ് അക്വിസിഷൻ, റിറ്ററേഷൻ ആൻഡ് മോഡിഫിക്കേഷൻ ഓഫ് എക്സ്പീരിയൻസ്. സോ എക്സ്പീരിയൻസിലൂടെ നമ്മുടെ സ്വഭാവമൊക്കെ മാറ്റിയെടുക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. സോ 3 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ നമുക്ക് അവസാനം ഡിയിൽ ഓൾ ഓഫ് ദ വേണ്ട. ആൻസർ എന്താണ്? ഓൾ ഓഫ് ദ വേണ്ട. സോ നമ്മൾ ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനെ കുറിച്ച് കൃത്യമായ ബോധം ഉണ്ടെങ്കിലേ നമുക്ക് ഈ ആൻസർ ചെയ്യാൻ പറ്റൂ. സോ ഈ ഒരു ബോധം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആ ഒരു ബോധം നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരണം അല്ലേ. സോ ഒരു ടീച്ചർ ആകുമ്പോൾ നമ്മൾ എങ്ങനെ ചിന്തിക്കണം, ഓക്കെ, അതേപോലെ തന്നെ എക്സാമിന് എങ്ങനെ ചിന്തിക്കണം എന്നുള്ള കാര്യത്തിന് നിങ്ങൾക്ക് പൂർണ്ണമായ ഗൈഡൻസ് ഞങ്ങൾക്ക് തരാൻ പറ്റും. ഓക്കെ, സോ എത്രയൊക്കെ തിയറി വായിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഐഡിയകൾ തലയിലോട്ട് കയറത്തില്ല. ഐഡിയകൾ കയറണമെങ്കിൽ കൃത്യമായ മെന്ററിങ് വേണം. CCയിൽ ഞങ്ങൾ നിങ്ങൾക്കായി ഞങ്ങളുടെ പുതിയ പ്രോഗ്രാം ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, സെറ്റ് ASTRA 2.1. സോ നമ്മൾ സബ്ജക്ട്സിനും അതോടൊപ്പം തന്നെ എന്താണ് ജനറൽ പേപ്പറും നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട്. സബ്ജക്ട്സ് ഏതൊക്കെയാണ്? ബോട്ടണി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, എക്കണോമിക്സ്, കൊമേഴ്സ്, ഹിസ്റ്ററി, സുവോളജി, ഹിന്ദി. ഈ സബ്ജക്റ്റിലെല്ലാം നമ്മുടെ സബ്ജക്ട് സ്പെസിഫിക് പേപ്പേഴ്സിൻ്റെ ക്ലാസ്സുകൾ ഞങ്ങൾ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജനറൽ പേപ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജനറൽ പേപ്പറിലും ക്ലാസ് കൊടുക്കുന്നുണ്ട്. സോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്താലേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. സോ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ വിളിക്കുക, 9746455514. ഈ കോൺടാക്ട് നമ്പറിൽ കണക്ട് ചെയ്യുക, എത്രയും പെട്ടെന്ന് കോഴ്സിൽ ജോയിൻ ചെയ്യുക. സോ നമുക്ക് മുന്നോട്ട് പോകാം. എ ടീച്ചർ ക്യാൻ എസ്റ്റാബ്ലിഷ് റാപ്പോർട്ട് വിത്ത് ഹിസ് പീപ്പിൾ ബൈ. റാപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സിങ്ക് ചെയ്യുന്നതിനാണ് റാപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ബിക്കമിങ് ആൻ ഫിഗർ ഓഫ് അതോറിറ്റി. ഞാൻ രാജാവാണ്, നീയൊക്കെ ഞാൻ പറയുന്ന കേൾക്കണമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കര അതോറിറ്റേറിയൻ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അതൊരിക്കലും പിള്ളേരുമായിട്ടൊരു സിങ്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഒരു ടീച്ചറായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ അത് ചിന്തിക്കണം, എന്നാലേ അതിന് ആൻസർ ചെയ്യാൻ പറ്റും. ഇംപ്രസിങ് ദം വിത്ത് നോളജ് ആൻഡ് സ്കിൽ. നമ്മൾ ഭയങ്കര കിടിലാണ്, നമുക്ക് കുറേ നോളജ് ഉണ്ട്, സ്കില്ലുണ്ടെന്നൊക്കെ പറഞ്ഞ ക്ലാസ്സിൻ്റെ ഉള്ളിൽ വന്ന് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമില്ല, അത് അവരിലേക്ക് എത്തിക്കണം. സോ അതും തെറ്റായിട്ടുള്ള ആൻസർ ആണ്.
പ്ലേയിങ് ദ റോൾ ഓഫ് എ ഗൈഡ് വിത്ത് ഡിസയർ ടു ഹെൽപ്പ്. വളരെ ശരിയായിട്ടുള്ള ആൻസർ ആയിരിക്കും ബിക്കമിങ് എ ഫ്രണ്ട് ടു ദ പീപ്പിൾസ്. സോ ഇത് രണ്ട് ശരിയാണെന്ന് തോന്നും. പക്ഷെ ഒരു ടീച്ചർ ഇപ്പം ലോജിക്കലി കോമൺ സെൻസ് ആയിട്ട് ചിന്തിക്കുമ്പോൾ കുട്ടികളുടെ അടുത്ത് നമ്മളൊരു ഫ്രണ്ട് ആകണം, ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഫ്രണ്ട് ആകുന്നതിൽ അൾട്ടിമേറ്റ് കാര്യം, ഫ്രണ്ട് ആകുന്ന ചെറിയൊരു പാർട്ട് മാത്രമാണ്. എന്താണ്? പ്ലേയിങ് ദ റോൾ ഓഫ് എ ഗൈഡ് വിത്ത് ഡിസയർ ടു ഹെൽപ്പ് ദം. നമ്മളൊരു ഗൈഡായിട്ട് നിന്ന് അവരെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാകണം. ബാക്കി ഒന്നും അവിടെ വരത്തില്ല. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാക്കി പറഞ്ഞ സ്കില്ലും കാര്യങ്ങളും ഒക്കെ വേണ്ടതാണ്, നമ്മൾ കൺട്രോൾ ചെയ്യണം, അതോടൊപ്പം തന്നെ ഫ്രണ്ട് ആകണം. പക്ഷെ അതൊക്കെ സബായിട്ടുള്ള ആൻസർ, അതൊരിക്കലും ഏറ്റവും സ്യൂട്ടബിൾ അല്ല. സോ ടീച്ചർ സെൻസ് ഉപയോഗിച്ച് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടേമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്ക് എന്താ പഠിക്കാനുള്ള എന്നുള്ള കാര്യം കൂടെ നോക്കാം. ഓക്കെ, സോ ടീച്ചിങ്, ലേണിംഗ്, ഇവാലുവേഷൻ എന്ന് പറയുന്ന 3 സെക്ഷൻസ് ആണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആ ഒരു ഭാഗത്ത് വരുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ ഒന്നാമത്തെ തന്നെ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്ത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ടീച്ചർ എങ്ങനെ ആയിരിക്കണം, ടീച്ചിങ് ഒരു പ്രൊഫഷൻ ആകുമ്പോൾ എങ്ങനെ ആയിരിക്കണം, സ്കിൽ ബേസ്ഡ് തിയററ്റിക്കൽ നോളജ്, ടീച്ചർ കോമ്പീറ്റൻസി ആൻഡ് ടീച്ചർ അക്കൗണ്ടബിലിറ്റി. അതോടൊപ്പം തന്നെ പിന്നീട് വരുവാണെങ്കിൽ എന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റിഫ്ലക്റ്റീവ് പ്രാക്ടീസസ്, പിന്നെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, അതോടൊപ്പം തന്നെ ടീച്ചർ ക്യാരക്ടറിസ്റ്റിക്സ്. പിള്ളേരെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ മുഴുവനും കുറെ തിയറി വായിച്ച് വെച്ചിട്ട് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ പോകുന്നില്ല. നമുക്ക് എന്താണ്, മാക്സിമം ക്വസ്റ്റ്യൻസ് നൈസായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് ഈ ഒരു ഐഡിയ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ള ഐഡിയ നമുക്ക് കിട്ടണം. അതാണ് ഞങ്ങൾ ഇവിടെ തരുന്നത്. സോ അത് വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ക്ലാസ്സിന് ജോയിൻ ചെയ്യണം കേട്ടോ. ഓക്കെ, അതാണ് നമ്മുടെ ഒരു ട്രേഡ് മാർക്ക്. ഓക്കെ, സോ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ ടീച്ചിങ് മെത്തേഡ്സിനെ കുറിച്ച് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. മൈക്രോ ടീച്ചിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ BEd ഒക്കെ പഠിച്ചവർക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഇതൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ MCQs ഡിസ്കസ് ചെയ്ത് നമ്മൾ പഠിക്കുന്നതായിരിക്കും. സോ ലേണിംഗ് എന്ന് പറയുന്ന ലേണർ ക്യാരക്ടറിസ്റ്റിക്സും എല്ലാം അവസാനം ഇവാലുവേഷനും എല്ലാം ഈ ഒരു സിലബസിൽ വരുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി നമ്മൾ എന്താണ് മനസ്സിലാക്കിയെടുക്കണം. കുറെ വായിച്ചിട്ട് കാര്യമില്ല, ആ ഐഡിയ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫോർ ഫോർമുലേറ്റിംഗ് ദ കരിക്കുലം വിച്ച് ഫാക്ടർ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഒരു കരിക്കുലം എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിൽ 6ാം ക്ലാസ്സുകാർക്ക് കരിക്കുലം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുവാണ്? ടീച്ചേഴ്സ് എബിലിറ്റി. ടീച്ചറിന് എബിലിറ്റി ഉണ്ടെങ്കിലേ കരിക്കുലം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ആൻസർ ആയിട്ട് വരത്തില്ല. ചിൽഡ്രൻസ് ക്യാപ്പബിലിറ്റീസ് ആൻഡ് നീഡ്സ്, അതാണ് ആൻസർ വരുന്നത്. ബാക്കി നാഷണൽ ഐഡിയോളജി ഇതൊക്കെ ഉൾപ്പെടുത്തണം, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഐഡിയൽസ്. സോ ഈ ഒന്നാമത്തെയും നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ടീച്ചറിന്റെ എബിലിറ്റിയും അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ ഐഡിയോളജിയും അതോടൊപ്പം തന്നെ നമ്മുടെ കൾച്ചറും എല്ലാം ഇൻകോപ്പറേറ്റ് ചെയ്യണം. പക്ഷെ അതിലൊക്കെ ഉപരി നമുക്ക് വേണ്ട എന്താണ്? ടീച്ചേഴ്സിന്റെ കപ്പബിലിറ്റീസ് ആൻഡ് നീഡ്സ് ആണ്. സോ കരിക്കുലം അത് ഇപ്പം ടീച്ചേഴ്സിന്റെ അല്ല, ചിൽഡ്രൻസിന്റെ, കാരണം കുട്ടികൾക്കാണ് ഇത് വേണ്ട. സോ ദേ ആർ ദ ഫോക്കസ് ഹിയർ. ഓക്കെ, സോ വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമുക്ക് എന്ത് വേണം? ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് വേണം. ഇല്ലാതെ കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞാൽ തെറ്റാൻ സാധ്യതയുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. There are so many definitions of learning. Which of the following is most adequate? The modification of behavior, the development of skills, the acquisition and organization of knowledge, all of the above. So modification of behavior ആണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. പക്ഷേ ഡെവലപ്മെന്റ് ഓഫ് സ്കിൽസ് അതോടൊപ്പം തന്നെ അക്വിസിഷൻ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് നോളജ് എല്ലാം ശരിയാണ്. ഇപ്പം സപ്പോസ് ഈ ഓൾ ഓഫ് ദ അബവ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഈ മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ആയിരിക്കും നമ്മൾ ആൻസർ ചെയ്യുന്നത്. പക്ഷേ ഓൾ ഓഫ് ദ അബവ് ഉള്ളതുകൊണ്ട് നമ്മൾ അത് ടിക്ക് ചെയ്യണം. സോ അതാണ് ആൻസർ വരുന്നത്. വളരെ സിമ്പിളായിട്ട് മനസ്സിലായല്ലോ, വല്ല കാര്യമൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ക്യാരക്ടറിസ്റ്റിക് ഫ്രം ദ ഫോളോയിങ് ഈസ് ലീസ്റ്റ് കൺസേൺഡ് വിത്ത് എ ടീച്ചർ. ഒരു ടീച്ചറിന് താഴെ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ വേണ്ടത് ഏതാണ്? കമാൻഡ് ഓവർ സബ്ജക്ട് മാറ്റർ, നമുക്കത് വേണം. ഓക്കെ, അതോടൊപ്പം തന്നെ റെസ്പെക്ട് ഫ്രം കോളേജ് മാനേജ്മെന്റ്, അത് വേണ്ട സാധനമാണ്. കോളേജ് മാനേജ്മെന്റുമായിട്ട് റെസ്പെക്ട് വേണം. ഗുഡ് റാപ്പോർട്ട് വിത്ത് സ്റ്റുഡൻസ് ആ റാപ്പോർട്ട് വേണം. എഫക്റ്റീവ് വെർബൽ കമ്മ്യൂണിക്കേഷൻ വേണം, അല്ലേ? എല്ലാം വേണ്ടതാണ്. ഇതിൽ ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്താണ് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ടീച്ചർ സയൻസ് വേണം, നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ഒന്നാമത്തെ കാര്യം എന്താണ്? ടീച്ചറിന്റെ സബ്ജക്ട് മാറ്റർ വേണം. സബ്ജക്ട് മാറ്റർ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സബ്ജക്ട് മാറ്റർ കുട്ടികളിൽ എത്തിക്കാൻ എന്താണ്? കമ്മ്യൂണിക്കേഷൻ വേണം. ആ കമ്മ്യൂണിക്കേഷനിൽ ഒരു റാപ്പോർട്ട് ഉണ്ടാക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഫോക്കസ് കൊടുക്കേണ്ടത് ടീച്ചർ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കണം ഫസ്റ്റ് പ്രിഫറൻസ്. ഈ മാനേജ്മെന്റ് നമ്മളെ എന്താണ് റെസ്പെക്ട് ചെയ്യണമെങ്കിൽ അത് ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് അത്. സോ ആൻസർ എന്താണ്? ആൻസർ വരുന്നത് എന്താണ്? ബി ആണ്. ആ ടീച്ചർ സെൻസും ആ ബോധവും നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഡസന്റ് സ്യൂട്ട് എ ടീച്ചർ? എ ടീച്ചർ ഈസ് റിയലി ഇൻട്രസ്റ്റഡ് ഇൻ സ്റ്റുഡൻസ്, അത് ശരിയായിട്ടാണ്.
ഏബിൾ ടു ഡയറക്റ്റ് ആൻഡ് ഡിസിപ്ലിൻ സ്റ്റുഡൻസ്, അത് ശരിയാണ്. റിലക്റ്റന്റ് ടു അഡാപ്റ്റ് ഹിംസെൽഫ് ടു എ ന്യൂ സിറ്റുവേഷൻ, അത് തെറ്റാണ്. സോ ആൻസർ വരുന്നത് എന്താണ്? ആൻസർ സി ആണ്. പിന്നെ എന്തൂസിയാസ്റ്റിക് അബൌട്ട് വർക്ക് ആൻഡ് ടീച്ചേഴ്സ് ഡോ, അത് ശരിയാണ്. സോ നമ്മൾ തെറ്റായിട്ടുള്ള ടീച്ചറിനെ കുറിച്ചുള്ള തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്? സി ആണ്. സോ അതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, സോ അടുത്തത് ടീച്ചേഴ്സ് യൂസ് ടീച്ചിങ് എയ്ഡ്സ് ഫോർ. ഇതൊക്കെ നമ്മൾ ആദ്യം സിലബസിൽ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ നോക്കി. ഇപ്പം നമ്മൾ മാനേജ്മെന്റ്, ഇപ്പം സിലബസിൽ ആദ്യം ടീച്ചറിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് പഠിച്ചു, ലേണിംഗ് പ്രോസസ്സിനെ കുറിച്ച് പഠിച്ചു, പിന്നെന്താണ് ഈ ഒരു മാനേജ്മെന്റ്, ഇവാലുവേഷൻ, എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതെല്ലാം നമുക്ക് കിടിലമായിട്ട് പഠിക്കണമെങ്കിൽ ടീച്ചർ സെൻസ് ആണ് ആദ്യം വേണ്ടത്, എന്നിട്ട് ആൻസർ ചെയ്യണം. ഓക്കെ, അടുത്തത് ടീച്ചേഴ്സ് യൂസ് ടീച്ചിങ് എയ്ഡ്സ് ഫോർ മേക്കിംഗ് ടീച്ചിങ് ഇൻട്രസ്റ്റിംഗ്. ഒന്നാമത്തെ എന്താണ്? മേക്കിംഗ് ടീച്ചിങ് ഇൻട്രസ്റ്റിംഗ്. അത് ശരിയാണല്ലോ. മേക്കിംഗ് ടീച്ചിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് സ്റ്റുഡൻസ്, അത് ശരിയാണ്. മേക്കിംഗ് സ്റ്റുഡൻസ് അറ്റൻറ്റീവ് ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ്സ് യൂസ്, ഇത് തെറ്റി. സോ ഇത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി, അത് കള. ഓക്കെ, ശ്രദ്ധിക്കുക, ടീച്ചിങ് എയ്ഡ്സ് നമ്മൾ ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന ഭയങ്കര വർണ്ണാഭമായ എയ്ഡ്സ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ടി വിയിലൊക്കെ PPT ഇട്ട് കൊടുക്കും, ഇല്ലെങ്കിൽ ക്ലാസ്സിൽ വലിയ വലിയ മോഡൽസ് ഉണ്ടാക്കി ചെല്ലും. അന്നേരം അതെല്ലാം കുട്ടികൾ അട്രാക്റ്റഡ് ആവും. പക്ഷെ അട്രാക്റ്റഡ് ആകുന്നു അല്ലെങ്കിൽ കുട്ടിയുടെ ഇൻട്രസ്റ്റിങ് മാത്രമാണോ? അതിലുപരി നമ്മൾ മനസ്സിലാക്കേണ്ടത് മേക്കിംഗ് ടീച്ചിങ് അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് അവിടെ എത്തിക്കുക എന്നുള്ളതാണ് മെയിൻ ലക്ഷ്യം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ടീച്ചിങ് ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്നതിനെക്കാട്ടി കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത് അണ്ടർസ്റ്റാൻഡിങ് ലെവലിലാണ്. സ്റ്റുഡൻസിനെ അറ്റൻറ്റീവ് ആക്കാനുമാണ്. പക്ഷെ അതിലുപരി ഇൻട്രസ്റ്റിംഗ്, അറ്റൻറ്റീവ്, അണ്ടർസ്റ്റാൻഡിങ്, ഈ 3 വാക്കുകളാണ് നമ്മുടെ മുമ്പ് ഉള്ളത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതുകൊണ്ട് നമ്മൾ അത് സെലക്ട് ചെയ്യണം. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പേഴ്സണലൈസ്ഡ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. എന്താണ് പേഴ്സണലൈസ്ഡ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ? ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇതുവരെ നോക്കിയ ക്വസ്റ്റ്യൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ടെക്നിക്കൽ ടേംസ് ഉണ്ട്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ നോക്കുമ്പോൾ കോമൺ സെൻസിൻ്റെ കൂടെ വേണ്ട ഒരു സാധനമാണ് ടെക്നിക്കൽ ടേംസിനെ കുറിച്ച് നമുക്കൊരു ബോധം വേണം. പേഴ്സണലൈസ്ഡ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വാക്ക് അറിയണം. പിന്നെ ഇവിടെ സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന വാക്കുണ്ട്. അതൊക്കെ എന്താണെന്ന് നമ്മൾ അറിയണം, എന്നാലേ ഇത് ചെയ്യാൻ പറ്റൂ. സോ പേഴ്സണലൈസ്ഡ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ എന്താണ്? നമ്മൾ സാധാരണ ഒരു ക്ലാസ്സിൽ ചെന്ന് കുട്ടികളെ എല്ലാവരെയും പഠിപ്പിക്കുന്നതിന് വരെ ഞാൻ ഒരാളെ മാത്രം പിടിച്ചെടുത്ത് പഠിപ്പിക്കുന്നതിനാണ് പേഴ്സണലൈസ്ഡ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ ഈ പേഴ്സണലൈസ്ഡ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഫാമിലിയിലാണല്ലോ നമ്മൾ സൊസൈറ്റി പരിചയപ്പെടുന്നത്. ഫാമിലി, സ്കൂള്, ജോലി സ്ഥലം തുടങ്ങി നമ്മൾ സൊസൈറ്റി അറിയുന്ന പ്രോസസ്സിനെയാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. സോ ക്വസ്റ്റ്യൻ നോക്കാം. പേഴ്സണലൈസ്ഡ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ താഴെ പറയുന്നതിൽ ഏതാണ്? ഒന്ന്, ഡസൻ ഇൻകൾക്കേറ്റ് എ ഫീലിംഗ് ഓഫ് സോഷ്യലൈസേഷൻ ഇൻ സ്റ്റുഡൻസ്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരാളെ മാത്രം നമ്മൾ പിടിച്ച് ഇവിടെ ഇരുത്തി പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് സോഷ്യലൈസേഷൻ, ബാക്കിയുള്ള കൂട്ടുകാർ അതൊന്നുമുള്ള വരത്തില്ല. സോ ഡസൻ ഇൻകൾക്കേറ്റ് ഫീലിംഗ് ഓഫ് സോഷ്യലൈസേഷൻ ശരിയാണ്. അത് കഴിഞ്ഞിട്ട് ഡസൻ ഇൻകൾക്കേറ്റ് എ ഫീലിംഗ് ഓഫ് കോമ്പറ്റീഷൻ. നമ്മളൊരു ക്ലാസ്സിൽ ഒറ്റയ്ക്കിരുന്ന് പഠിപ്പിക്കുകയാണ്, ആ സമയത്ത് കോമ്പറ്റീഷൻ ഉണ്ടാവുമോ? സോഷ്യലൈസേഷൻ ഇല്ല എന്ന് പറയുന്ന പോലെ ഉള്ള കാര്യമാണ് കോമ്പറ്റീഷനും ഇല്ലാത്ത കാര്യം. സോ ഇത് 2 ശരിയാണ്. പിന്നീട് മൂന്നാമത്തെ, ഇതാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. ഒന്നാമത്തെ രണ്ടാമത്തെ നമുക്ക് ശരിയാണെന്നറിയാം, പക്ഷേ ഇത് വരുമ്പോൾ ഇതെന്താണെന്നുള്ള ഒരു ബോധം പറഞ്ഞു. കാരണം നമ്മൾ ഒരാളെ മാത്രം ഇരുത്തി പഠിപ്പിക്കുമ്പോൾ ടീച്ചറിന്റെ റിസോഴ്സ് അവിടെ വേസ്റ്റ് ആയി പോവാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ എന്ന് പറയുന്ന ആൾ ഒരു 40-50 പേരെ പഠിപ്പിക്കേണ്ടതാണ്. സെറ്റ് എക്സാം എഴുതി കഴിഞ്ഞ് നമ്മളൊരു ക്ലാസ്സിൽ ചെല്ലുമ്പോൾ നമുക്ക് 50 മുതൽ 60 വരെ കുട്ടികളാണുള്ളത്. സോ അവരെ പഠിപ്പിക്കുന്നതിന് ഒരാളെ മാത്രം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ടൈം ആൻഡ് എനർജി നഷ്ടപ്പെടും. സോ അതും ശരിയായിട്ടുള്ള ആൻസർ ആണ്. സോ ഓൾ ഓഫ് ദീസ് നമ്മൾ ആൻസർ ചെയ്യണം. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓപ്ഷൻസ് എല്ലാം വായിച്ചു നോക്കണം. എ കാണുമ്പോൾ തന്നെ ആൻസർ ആണെന്ന് കരുതി ഒരിക്കലും ആൻസർ ചെയ്തത്. സോ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. ആ ബോധം വേണം, കോമൺ സെൻസ് വേണം. കോമൺ സെൻസിന് പകരം എന്ത് വേണം? ടീച്ചർ സെൻസ് എന്ന് പറയുന്ന സെൻസ് വേണം. പിന്നെ ഇതിനകത്ത് പറയുന്ന ടെക്നിക്കൽ ടേംസ് നല്ല രീതിയിൽ മനസ്സിലാക്കണം. സോ അതിനു വേണ്ടിയുള്ള കൃത്യമായ ഗൈഡൻസ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞങ്ങൾ തരുന്നതാണ്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക, സെറ്റ് എക്സാം ക്ലിയർ ചെയ്യുക.